ഹലോ ഗൈസ്, ആൻസർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പൊടി വെച്ചുകൊണ്ട് അടിപൊളി ഒരു ഉപ്പുമാവാണ്. അപ്പോൾ നേരെ വീട്ടിലോട്ടങ്ങ് പോയാലോ. നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. 1 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇഞ്ചി കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ആട്ട എടുത്തിട്ടുണ്ട്. അവിടെ ആട്ട, കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇനി പാചകത്തിലോട്ടം കടന്നാലോ. ആട്ട ആദ്യം നമുക്ക് വറുത്തെടുക്കുക. ചട്ടിയൊക്കെ നല്ലൊരു ചൂടായ ശേഷം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. നമ്മൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. ഗോതമ്പൊടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഗോതമ്പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇളക്കി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഗോതമ്പൊടിയൊക്കെ നമ്മളിവിടെ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. ആവി കയറ്റാൻ വേണ്ടി നമ്മൾ ഇലകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇലകളുടെ മണ്ടയ്ക്കാണ് പൊടിയിട്ട് ആവി കയറ്റുന്നത്. ഉപ്പിട്ട് കൊടുക്കുകയാണ്. അല്പം വെള്ളം ചേർത്ത് പുട്ട് നനയ്ക്കുന്ന രീതിയിൽ നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുട്ട് നനയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ നനച്ചെടുക്കുന്നത്, വെള്ളം ചേർത്ത്. കൈ പിടിക്കുന്ന ഈ പരുവത്തിൽ വേണം ഗോതമ്പൊടിയെല്ലാം കുഴച്ചെടുക്കാൻ. ഇതെല്ലാം നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ആവി കയറ്റിയെടുക്കാം. നമ്മൾ അടിയിൽ മൺചട്ടി വെച്ചിട്ട് മൺചട്ടിയുടെ മണ്ടയ്ക്ക് ആവി കയറ്റുന്ന ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇലയും വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മണ്ടയിലോട്ടാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്. പൊടിയെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ലപോലെ ആവി കയറി റെഡി ചെയ്യുക. 5 മിനിറ്റ് റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ടം കിടക്കാം. കടായിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായി വരുന്നുണ്ട്. ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഉഴുന്നിട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നൊക്കെ പൊട്ടി വരട്ടെ. ഇളക്കി കൊടുക്കുകയാണ്. ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കരിയാപ്പില ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കിയാണ്. ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തു. പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇളക്കുകയാണ്. ഇനി ഇല വെച്ച് മൂടി അടയ്ക്കുകയാണ്. ഇനി ഉപ്പുമാവൊക്കെ റെഡിയായി വരട്ടെ.
മൂടി വെച്ച് അടച്ച് റെഡിയാക്കി. ഉപ്പും ഒക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ടെങ്കിൽ തുറന്ന് നോക്കാം. ഉപ്പുമൊക്കെ റെഡി ആയിട്ടുണ്ട്. നോക്കാവുന്നതാണ് ഈ രീതിയിൽ. അടിപൊളിയായിട്ട് ഉപ്പുമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കി റെഡിയാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.